കടുപ്പത്തിലൊരു കഥയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വാഗതം. കഴിഞ്ഞ 4 ആഴ്ചകളായി നമ്മൾ കുട്ടികൾക്കായുള്ള കടുപ്പം കുറഞ്ഞ കഥയാണ് കേട്ടുകൊണ്ടിരുന്നത്. ഇത്തവണ നമുക്ക് കടുപ്പമുള്ള ഒരു കഥയാവാം. ഇന്നത്തെ കഥയുടെ പേര് വർണ്ണാശ്രമങ്ങൾ. സാധാരണയിൽ നിന്നും ഒരല്പം കൂടി നീളം ഉള്ളതിനാൽ 2 എപ്പിസോഡായിട്ടാണ് ഈ കഥ ഞാൻ പറയുന്നത്. കഥയിലേക്ക് കിടക്കാം. ഇന്ത്യയിലെ 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ഒന്ന്. ഒരിക്കലും നാശമില്ലാത്തതാണെന്നാണ് പറയപ്പെടുന്നത്. എത്രയോ തവണ എന്തൊക്കെ ആക്രമണങ്ങൾ, എത്ര ശക്തികൾ നശിപ്പിക്കാൻ ശ്രമിച്ചതാണെന്നോ. ഒന്ന് പോയി കാണേണ്ട അത്ഭുതം തന്നെയാണ് അമ്മ. നിലത്ത് പടഞ്ഞിരുന്ന വലിയ ഉള്ളി തൊലി കളയുന്നതിനിടയിൽ ആവേശത്തോടെ പറഞ്ഞുകൊണ്ടിരുന്ന മധു ശ്വാസമെടുക്കാൻ ഒരു നിമിഷം നിർത്തി. അവൻ പറയുന്നതിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ കയ്യിലിരുന്ന ഉള്ളിയും കത്തിയും മുന്നിൽ നിലത്ത് വിരിച്ചിട്ടിരുന്ന പേപ്പറിൽ വെച്ച ശേഷം കാലുകൾ നീട്ടി പിന്നിലേക്കൊന്ന് ചാഞ്ഞിരുന്നു. നോക്കിയിരുന്ന കമലയ്ക്ക് ചിരി വന്നുപോയി. സംസാരിക്കാൻ എത്ര ഇഷ്ടമാണ് ഇവന്. താൻ അധികമൊന്നും മിണ്ടില്ല എന്നതാണ് സ്ഥിരം പരാതി. ഇന്നിപ്പോൾ അവന്റെ സംസാരത്തിന് ചെവി കൊടുത്തത് വലിയ സന്തോഷമായിട്ടുണ്ട്. ചെക്കന്റെ മുഖത്ത് ചിരി കണ്ടില്ലേ? മുന്നിലെ കടലാസിൽ നിന്ന് ഒരു സവാള കയ്യിലെടുത്തും കൊണ്ട് മധു സംസാരം തുടർന്നു. ഒരിക്കൽ സൃഷ്ടിയുടെ സമയത്ത് മഹാവിഷ്ണുവും ബ്രഹ്മാവും തമ്മിൽ തർക്കമായി. ആരാണ് വലിയവൻ എന്നത് തന്നെ. തർക്കം എങ്ങും എത്താതെയായപ്പോൾ ഒരു വലിയ ജ്യോതിർലിംഗം അവർക്ക് മുന്നിൽ പ്രത്യക്ഷമായി. എന്റെ ആദിയും അന്തവും കണ്ടുപിടിച്ച് തിരിച്ചെത്തുന്നത് ആരാണോ ആ ആൾ തന്നെ വലിയവൻ. അദൃശ്യസ്വരം അറിയിച്ചപ്പോൾ മഹാവിഷ്ണു താഴേക്കും ബ്രഹ്മാവ് തുടക്കം കാണാൻ മുകളിലേക്കും യാത്രയായി. കുറേയേറെ അലഞ്ഞിട്ടും അവസാനം കണ്ടെത്താനാകാതെ വിഷ്ണു നിരാശനായി തിരിച്ചെത്തി. അല്പസമയത്തിനു ശേഷം മുകളിൽ നിന്ന് തിരിച്ചെത്തിയ ബ്രഹ്മാവിന്റെ കയ്യിലാകട്ടെ ഒരു കൈതപ്പൂവും ഉണ്ടായിരുന്നു. ജ്യോതിർലിംഗത്തിന്റെ തുടക്കം കണ്ടെത്തി എന്നതിന്റെ തെളിവായി കൊണ്ടുവന്നതാണ് കൈതപ്പൂവെന്ന് ബ്രഹ്മാവ് പറഞ്ഞു. ആ പറഞ്ഞത് സത്യമാണ് എന്ന് കള്ളസാക്ഷി പറഞ്ഞ കൈതപ്പൂവിനെ പൂജകൾക്കൊന്നും എടുക്കാറില്ല. ബ്രഹ്മാവിനായി ക്ഷേത്രങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടുമില്ല. പിന്നീട് 12 കഷ്ണങ്ങളായി പൊട്ടിത്തെറിച്ച മഹാജ്യോതിർലിംഗം 12 സ്ഥലങ്ങളിൽ സ്വയം പതിച്ചു. അതിലൊന്നാണ് സോമനാഥ ക്ഷേത്രം. പറഞ്ഞു നിർത്തി ഒരു നിമിഷം മുകളിലേക്ക് നോക്കി കൈകൂപ്പി മധു. അകത്തേക്കപ്പോൾ കയറി വന്ന് ശ്രീനേഷ് രംഗത്തെ നാടകീയത കണ്ട് ഒന്ന് അമ്പരന്നു പോയി. ഒരു കയ്യിൽ ഉള്ളിയും മറു കയ്യിൽ കത്തിയും മാറത്ത് ചേർത്ത് പിടിച്ച് പ്രാർത്ഥനയുടെ വക്കത്ത് നിൽക്കുന്ന മധു. ഏതോ ഓർമ്മയിൽ മുഴുകി പകുതി കണ്ണടച്ചിരിക്കുന്ന അമ്മയും. എന്താ അമ്മേ, ഗൗരവമായ എന്തോ സംഗതിയാണല്ലോ. എനിക്കും കേൾക്കാമോ? ഇവൻ എന്തൊക്കെ ബെടായാണ് അമ്മയെ പറഞ്ഞ് കേൾപ്പിക്കുന്നത്? അന്തരീക്ഷത്തിന്റെ ഭാവം എന്താണെന്ന് തികച്ചും ഉറപ്പില്ലാതെ ശ്രീനേഷ് പറഞ്ഞു. ബെഡായി അല്ല സാർ, സോംനാഥ്ജിയുടെ പുരാണം അമ്മയോട് പറയുകയായിരുന്നു. കഴിഞ്ഞ തവണ വന്നപ്പോഴും പോകാൻ കഴിഞ്ഞില്ല. ശബ്ദത്തിൽ കലർന്ന പരിഭവം മറച്ചു വെക്കാൻ ശ്രമിക്കാതെ മധു നിലത്തു നിന്നും എഴുന്നേറ്റു. ഇവനിപ്പോൾ നന്നായി മലയാളം മനസ്സിലാകുമല്ലോ. ഇനി രഹസ്യമൊന്നും മലയാളത്തിൽ പറയാൻ പറ്റില്ല. കഷ്ടം. ശ്രീനേഷ് തോളിൽ കിടന്നിരുന്ന ലാപ്ടോപ്പ് മുന്നിലെ മേശയിലേക്ക് വെച്ചു. മധു, നീ ഓരോന്ന് പറഞ്ഞു കൊടുത്ത് ഇനി അമ്മ അതേക്കുറിച്ച് ആലോചിച്ചു തുടങ്ങും. വരുന്ന 1 മാസം എവിടേക്ക് നീങ്ങുന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. ഓഡിറ്റിംഗ് തിരക്ക് തുടങ്ങുകയാണ്. ഇപ്പോൾ നീ ചെന്ന് സ്റ്റൈലായി ഒരു ടിപ്പിക്കൽ ഗുജറാത്തി ചായ കൊണ്ടുവരൂ. മധുരം കുറച്ച് ഒരു കട്ടിങ് ചായ. ചായ ഞാൻ എടുക്കാം കുട്ടാ. അവന്റെ കയ്യിൽ ഉള്ളിയുടെ മണം ഉണ്ടാവും. പറഞ്ഞുകൊണ്ട് നടന്ന അമ്മയെ കൈ എത്തിപ്പിടിച്ചു നിർത്തി ശ്രീനേഷ്. അമ്മ ഇവിടെ ഇരിക്കൂ. അവൻ കൈ കഴുകി എടുത്തോളും. ആദ്യമായിട്ടല്ലല്ലോ അവൻ ഉള്ളി അരിയുന്നതും ചായ എടുക്കുന്നതും. കമലയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ശ്രീനേഷ് തുടർന്നു. നമുക്ക് പോകാം അമ്മേ, തിരക്കൊന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ കൊണ്ടുപോകാമല്ലോ. അപ്പോഴേക്കും സങ്കടം വന്നു അല്ലേ? ചിലപ്പോൾ ഈ കമലക്കുട്ടി എന്നേക്കാൾ കുട്ടിയാകും. അമ്മയുടെ തോളിൽ തല ചേർത്ത് വെച്ച് കണ്ണടച്ചിരുന്നു ശ്രീനേഷ്. നിനക്ക് എന്താ കുട്ടാ, വെറുതെ സങ്കടം വരാൻ ഞാൻ എന്താ ചെറിയ കുട്ടിയാണോ?
ഇത് അവന്റെ ഉള്ളിയുടെ മുമ്പിൽ ഇരുന്നിട്ടാണ് കണ്ണു നിറഞ്ഞത്. കണ്ണിൽ വന്ന വെള്ളം സാരിത്തുമ്പിൽ തുടച്ചുകൊണ്ട് കമല മകന്റെ നെറുകയിൽ മുഖം ചേർത്തു. പോയി കുളിച്ചു വരൂ, ഞാൻ ചായ എടുക്കാം. മകന് മുഖം കൊടുക്കാതെ തിരിഞ്ഞ കമലയ്ക്ക് പക്ഷെ അറിയാമായിരുന്നു ആ കണ്ണുകൾ തന്നെ ശ്രദ്ധിക്കുകയാവും എന്നത്. ചെറുപ്രായത്തിൽ തന്നെ ജീവിതം മുഖം കോട്ടി കാണിച്ചതുകൊണ്ടായിരിക്കണം സ്നേഹം കാണിക്കൽ ഒരു ദൗർബല്യമായി മാത്രമേ എന്നും തോന്നിയിട്ടുള്ളൂ. സ്കൂൾ പ്രായത്തിൽ പലപ്പോഴും കുട്ടൻ പരാതി പറഞ്ഞിട്ടുണ്ട്. അമ്മ മാത്രമേ നല്ല മാർക്ക് വാങ്ങിയാൽ കെട്ടിപ്പിടിച്ച് ഉമ്മ തരാതെയുള്ളൂ, അച്ഛനും അമ്മമ്മയും ഒക്കെ ഉമ്മ തരും. പരിഭവത്തിൽ മുഖം കൂർപ്പിച്ചു നിൽക്കുന്ന കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു, അമ്മയുടെ കുട്ടി മനസ്സിന് ധൈര്യമുള്ളവനായി തന്നെ വളരണം. സ്നേഹം കാണിക്കലും സ്നേഹവും ഒക്കെ ഒരുതരം ദൗർബല്യമാണ് മോനെ. ഒന്നും മനസ്സിലാവാതെ തന്നെ നോക്കുന്ന കുഞ്ഞിക്കണ്ണുകളിലെ ഭാവം കാണുമ്പോൾ പലപ്പോഴും പിടി വിട്ടുപോകുമോ എന്ന് തോന്നിയിട്ടുണ്ട്. 25-ാം വയസ്സിൽ ജീവിതത്തിലെ ഒറ്റപ്പെടൽ ഉറപ്പായപ്പോഴാവാം മനസ്സ് ദുർബലമാകാതിരിക്കാൻ സ്വയം തീരുമാനമെടുത്തത്. എന്തിന് തനിച്ചാക്കി പോയി എന്ന് എത്ര തവണ ചോദിച്ചിട്ടും ശരിയായ ഒരു ഉത്തരം തരാൻ കഴിയാത്ത മനസ്സിന്റെ വിങ്ങൽ ഇന്നും മാറിയിട്ടില്ലേ എന്ന് പലപ്പോഴും സംശയം തോന്നാറുണ്ട്. നിന്റെ എന്തെങ്കിലും പോരായ്മയോ നോട്ടക്കുറവോ അല്ല, മറ്റാരോടും താല്പര്യം തോന്നിയിട്ടുമല്ല. പക്ഷെ എനിക്ക് പോകാതെ വയ്യ. ചുറ്റുമുള്ള മറ്റൊന്നിലും എനിക്ക് താല്പര്യമില്ല. ഇതല്ല എൻ്റെ വഴി, എൻ്റെ ജീവിതം എന്ന തിരിച്ചറിവുമായി സ്വയം വഞ്ചിച്ച് ഇനി ഇങ്ങനെ വയ്യ. കമല, നിന്നോട് മാത്രം ഞാൻ തെറ്റാണ് ചെയ്യുന്നത്. അതൊരു ശരിയാക്കി മാറ്റാൻ പക്ഷെ നിർവാഹവുമില്ല. ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല. ഇനി ഇങ്ങനെ തുടർന്നാൽ ഞാൻ ഇല്ലാതെയാവും. മഞ്ഞ പേപ്പറിൽ എഴുതി തൻ്റെ കൈക്കുള്ളിൽ ചുരുട്ടി വച്ചിരുന്ന കുറിപ്പിന്റെ അറ്റം ഇപ്പോഴും വിറയ്ക്കുന്നത് അറിയുന്നത് പോലെ അവൾക്ക് തോന്നി. വർഷങ്ങൾ എത്ര കഴിഞ്ഞിരിക്കുന്നു. തൻ്റെ സങ്കടങ്ങൾ അതേപടി ഉൾക്കൊണ്ട രീതിയിലായിരുന്നു നന്നേ ചെറുപ്പം മുതൽ കുട്ടൻ. 1-2 തവണ ചോദ്യങ്ങൾ ചോദിച്ച ശേഷം അച്ഛനെക്കുറിച്ച് അവൻ അന്വേഷിച്ചിട്ട് പോലുമില്ല. ചായയുമായി തിരികെ സ്വീകരണ മുറിയിലെത്തി തോളിൽ തൊട്ടപ്പോഴേക്ക് മൊബൈൽ സ്ക്രീനിൽ മുഖം പൂഴ്ത്തിയിരുന്ന ശ്രീനേഷ് ഞെട്ടി തല ഉയർത്തി. വായിച്ചിരുന്ന മെസ്സേജ് മറയ്ക്കാൻ ശ്രമിച്ച അവന്റെ മുഖത്തെ ഭാവഭേദം അറിഞ്ഞ മട്ട് കാണിക്കാതെ കമല പറഞ്ഞു, ഇരുന്ന ഇരിപ്പിരിക്കാതെ പോയി കുളിക്കുകൂട്ടാ. വന്നു കയറിയാൽ ഉടനെ തുടങ്ങും കമ്പ്യൂട്ടറും മൊബൈലുമായുള്ള മല്ല്. ചായ കുടിച്ചിട്ട് പോയി കുളിച്ചു വരൂ, അപ്പോഴേക്കും ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. എനിക്കിപ്പോൾ ആഹാരത്തിലൊന്നും ഒരു ശ്രദ്ധയുമില്ല. കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ കണ്ടതിലും ക്ഷീണിച്ചിട്ടുണ്ട് നീ ഇപ്പോ. അതമ്മ വെറുതെ പറയുകയാണ്. ഞാൻ കഴിക്കുന്നില്ല, ക്ഷീണിച്ചു എന്ന് പറയുന്നത് മധു കേൾക്കണ്ട. മറ്റെന്തും അവൻ സഹിക്കും, അവന്റെ തൊഴിലിനെ കുറ്റം പറയുന്നത് ഒഴിച്ച്. ഒരു ചിരിയോടെ മൊബൈൽ മേശപ്പുറത്തേക്ക് വെച്ച് തിരിഞ്ഞുകൊണ്ട് ശ്രീനേഷ് പറഞ്ഞു. മൊബൈലിലേക്ക് ഒരു ചെറിയ ശബ്ദത്തോടെ വന്നു വീണ സന്ദേശത്തിനൊപ്പം സ്ക്രീനിൽ തെളിഞ്ഞ സുന്ദര മുഖം കമല കൗതുകത്തോടെ നോക്കി. മുഖത്തെ പുഞ്ചിരി മറയ്ക്കാൻ ശ്രമിച്ചും കൊണ്ട് മൊബൈൽ പോക്കറ്റിലേക്ക് താഴ്ത്തി പതിവിലും ധൃതിയിൽ അകത്തേക്ക് തിരിയുന്ന മകനെ നോക്കി നിന്നപ്പോൾ കമലയ്ക്ക് മനസ്സിൽ എന്തൊക്കെയോ ചില നല്ല ചിന്തകൾ വന്നു നിറഞ്ഞു. മധുവിനെ നീട്ടി വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് തിരികെ നടന്നപ്പോൾ മകൻ വളർന്നു എന്ന തോന്നൽ അവൾക്കുണ്ടായി. നടപ്പുറയ്ക്കാത്ത പ്രായത്തിൽ അവനൊപ്പം ഒറ്റയ്ക്കായതാണ്. അമ്മ വളർത്തിയ കുട്ടിയാണ് എന്ന നിലയിൽ ആരും അവനെ ഒന്നിനും മാറ്റി നിർത്തരുത് എന്നൊരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. പിന്നെ അതൊരു വാശിയായി വളർന്നു. അമ്മയുടെ കണ്ണുനീർ അവനെ ഒരിടത്തും ദുർബലനാക്കരുത്, അത് ആദ്യം തന്നെ തീർച്ചപ്പെടുത്തിയിരുന്നു. അല്ലെങ്കിൽ തന്നെ അദ്ദേഹം പോകുന്നത് വരെയല്ലേ ഉള്ളൂ തൻ്റെ കണ്ണുനീരിനും കണ്ണു നിറയുന്നതിനും ഒക്കെ അർത്ഥം. അടുക്കളയിൽ പുറം തിരിഞ്ഞു നിന്നിരുന്ന മധുവിനെ നോക്കി ഒരു നിമിഷം നിന്ന കമല ഓർമ്മയിൽ നിന്നുണർന്ന് രാത്രിയിലേക്കുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു. സലാഡ് നീ കഴുകി അടച്ചു വെച്ചേക്കൂ, സമയമാകുമ്പോൾ ഞാൻ അരിഞ്ഞോളാം. റൊട്ടി ഉണ്ടാക്കി വെച്ചിട്ട് മധു പൊയ്ക്കോളൂ. നാളെ വരുമ്പോ മല്ലിയില കൂടെ വാങ്ങി വരണം കേട്ടോ, ഫ്രിഡ്ജിൽ ഇരിക്കുന്നത് ചീത്തയായി തുടങ്ങി. മേൽ കഴുകാനുള്ള ഒരുക്കത്തിനായി മുറിയിൽ കയറി കതകടച്ച അവൾക്ക് എന്തെന്നില്ലാത്ത നിരാശ കലർന്ന ഒരു നിസ്സഹായത തോന്നി. എന്നുമുള്ള വിളക്ക് കത്തിക്കലിലും പ്രാർത്ഥിക്കലിലുമൊക്കെ എന്ത് കാര്യം? മനസ്സിൽ വന്ന ഈശ്വര നിഷേധം തുടച്ചു മാറ്റാനായി കമല നാമം ജപിച്ചു തുടങ്ങി.
ഇന്നെന്തു പറ്റി? വളരെ നാളുകൾക്ക് ശേഷം കഴിഞ്ഞതൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരാൻ. ഇനി ഒരിക്കലും ഓർമ്മിക്കില്ല എന്ന തീരുമാനത്തിൽ മാറ്റി നിർത്തിയ പലതും മനസ്സിലേക്ക് തിരക്കി കയറി വരുന്നു. മധു ഇന്ന് സോമനാഥ ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാവണം. പുരി, സോമനാഥ്, ദ്വാരക, കേദാർനാഥ് ഒക്കെ എന്നെ വിളിക്കുന്നു. 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലും പോകണം. കൈലാസം അവസാന ലക്ഷ്യം. പോകാനുള്ള പ്രായമായോ എന്നത് ഇനി ഒരാൾക്ക് കേട്ടാൽ സംശയം തോന്നിയേക്കാം. എങ്കിലും എന്നെ വിളിക്കുന്നുണ്ട് കമല. മനസ്സിലിരുന്ന് ആരോ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. പോകണം, പോയേ തീരൂ. നിന്നോട് മാത്രമേ പറയാനുള്ളൂ. ഈ ജീവിതം ഇങ്ങനെ തുടരാൻ മനസ്സ് വിസമ്മതിച്ചു കഴിഞ്ഞു. ഇനിയും നീട്ടിക്കൊണ്ടു പോകാൻ വയ്യ. കടലാസിലെ കറുത്ത മഷി എഴുത്ത് കൃത്യമായി വ്യക്തമായി ഇന്നും കാണാം. മേൽ കഴുകി ഭസ്മം തൊട്ട് വിളക്ക് കത്തിക്കുമ്പോഴും നാമം ജപിക്കുമ്പോഴും ഒക്കെ അമ്മ ചിന്തകളിലാണെന്ന് ശ്രീനേഷിന് മനസ്സിലായി. അടച്ചുപിടിച്ചിരിക്കുന്ന കൺപോളകളിലും കവിളിലും ദ്രുതഗതിയിൽ ചലിക്കുന്ന നേർത്ത ഞരമ്പുകൾ അവനത് മനസ്സിലാക്കി കൊടുത്തു. എന്തെങ്കിലും ഗൗരവമായി ചിന്തിക്കുമ്പോഴാണ് അമ്മ കണ്ണടച്ചു പിടിക്കുന്നത് എന്നവൻ അറിയാമായിരുന്നു. ആലോചനകളും തീരുമാനങ്ങളും ഒക്കെ എല്ലാത്തിലും എന്നും അമ്മ തനിച്ചായിരുന്നല്ലോ. ലളിതാ സഹസ്രനാമം ചൊല്ലിത്തീർത്ത് കണ്ണു തുറന്ന കമലയുടെ മുഖത്ത് വിടർന്ന പുഞ്ചിരിയുണ്ടായി. തന്നെ ഉറ്റുനോക്കുന്ന മകനെ നോക്കി ചിരിച്ച അവളുടെ കണ്ണുകളിലേക്കും ആ ചിരിയല പടർന്നിരുന്നു. നമുക്ക് ഇന്നത്തെ ഈ കഥാ സെഷൻ ഇവിടെ നിർത്താം തൽക്കാലത്തേക്ക്. വർണ്ണാശ്രമങ്ങളുടെ അടുത്ത ഭാഗം അടുത്ത സെഷനിൽ കേൾക്കാം. നമ്മുടെ കടുപ്പത്തിലൊരു കഥ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ കഥ കേൾക്കുന്നതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുമല്ലോ. അപ്പോൾ വീണ്ടും അടുത്ത സെഷനിൽ കാണാം.